നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് പരിഗണിക്കാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി വക്താവ് പ്രിന്റു മഹാദേവൻ ചാനൽ ചർച്ചയ്ക്കിടെ കൊലവിളി പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അടിയന്തര പ്രമേയം. എന്നാൽ വിഷയത്തിന് പ്രാധാന്യവും അടിയന്തര സ്വഭാവവും ഇല്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ പറയുകയും അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുകയുമായിരുന്നു. സ്പീക്കർ പിന്നാലെ മൈക്ക് ഓഫ് ചെയ്തു. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയായിരുന്നു. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ എംഎൽഎമാർ പ്രതിഷേധിച്ചു. സ്പീക്കർക്കെതിരെ ബാനർ ഉയർത്തിയും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠം വിവാദത്തിൽ വിജിലൻസിന് മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി വാസുദേവൻ. വിവാദ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിൽ കൊണ്ടുപോയി കൊടുത്തതാണെന്ന് വാസുദേവൻ വിജിലൻസിന് മൊഴി നൽകി. ഈ മാസം 13-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കൊണ്ടുപോയി പീഠം നൽകിയത്. പീഠം യോജിക്കുന്നതല്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. പോറ്റി പരാതി നൽകിയ വാർത്ത കണ്ടാണ് പീഠം തിരിച്ചേൽപ്പിച്ചതെന്നും വാസുദേവൻ പറഞ്ഞു. തൃശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതികരിച്ച് സുരേഷ് ഗോപി. ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചവരാണ് തന്നെ കുറ്റം പറയുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ശവങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് നിങ്ങളെ വഹിക്കുന്നത്. 25 വർഷം മുൻപ് വരെ മരിച്ചവരെ വോട്ട് ചെയ്യിപ്പിച്ചു. പൂരം കലക്കി, ഗോപി ആശാനെ കലക്കി, RLVയെ കലക്കി എന്നൊക്കെ തന്നെ കുറ്റം പറഞ്ഞു. അവസാനം വോട്ട് കലക്കി എന്നിവരെ പറഞ്ഞുവെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി.ജെ.പി നേതാവ് പ്രിന്റു മഹാദേവനെ തിരഞ്ഞ് പോലീസ്. പ്രിന്റുവിനെ തിരഞ്ഞ് ബി.ജെ.പി തൃശൂർ ജില്ലാ ഭാരവാഹികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. ബി.ജെ.പി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നിന്റെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ ബി.ജെ.പി നേതാവ് പ്രിന്റു മഹാദേവനെതിരെ പോലീസ് കേസെടുത്തത്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. മുംബൈ ദില്ലി ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി. രാവിലെ 8 മണിക്ക് RE762 വിമാനം ദില്ലിയിൽ ലാൻഡ് ചെയ്യുന്നതിന് മുൻപാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇമെയിൽ വഴിയാണ് ഭീഷണി ലഭിച്ചത്. ഉടൻ വിമാനത്തിലെ ക്രൂവിനെ അറിയിച്ചു. പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് വിവരം. പൈലറ്റും എയർ ഹോസ്റ്റസും അടക്കം 200 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. നിലവിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണ്. ഇമെയിൽ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി ദില്ലി പോലീസ് അറിയിച്ചു. നേരത്തെയും സമാനമായ രീതിയിൽ വിമാനത്തിന് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.